السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാർ അസ്സമാഇറുൽ മുഹമ്മദിയന്റെ പാർട്ട് 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപരമായ വിശേഷണങ്ങളും സ്വഭാവപരമായ വിശേഷണങ്ങളും ഒക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പിൽ വന്ന ഹദീസിലെ ലൈസ ബിത്തവീലി അൽ ബാഇനി വലാ ബിൽ ഖസീരി എന്നതിനെ സംബന്ധിച്ചാണ് ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ വിശദീകരിച്ചത്. അതിന്റെ ബാക്കിയുള്ള ഭാഗം വലാ ബിൽ അബിയദിൽ അംഹഖി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളുപ്പ് ശക്തമായവരുമല്ല, അതിശക്തമായ വെളുപ്പുള്ളവരും അല്ല. അൽ ഖാലി അനിൽ ഹുംറതി വന്നൂരി എന്നർത്ഥം. ചുവപ്പിനെ തൊട്ടും തിളക്കം, പ്രകാശം എന്നിവയെ തൊട്ടുമൊക്കെ ഒഴിവായ ശക്തമായ വെളുപ്പ്. ആ വെളുപ്പല്ല കൽ ജസ്സി, ചുണ്ണാമ്പ്, കുമ്മായം ഒക്കെ പോലെ. വഹുവ കരീഹുൽ മൻദരി, ആ നിറം വരുമ്പോ അത് കാണാൻ വളരെ മോശമായ രൂപത്തിലുള്ളതേക്കാരം. വറുബ്ബമാ തവഹമഹു നാദിറു, ചിലപ്പോ അത് ആ നിറമുള്ള ആളെ കാണുന്ന ഒരു വ്യക്തി ഊഹിക്കും അബറസ, ആ വ്യക്തി വെള്ളപ്പാണ്ടുകാരനാണോ എന്ന് തോന്നിപ്പോകും കാണുന്ന ആൾ. അപ്പൊ ആ രീതിയിലുള്ള ഒരു ശക്തമായ കുമ്മായം, ചുണ്ണാമ്പ് പോലെയൊക്കെയുള്ള ഈ തിളക്കം, പ്രകാശം എന്നിവയെ തൊട്ടും ചുവപ്പിനെ തൊട്ടുമൊക്കെ ഒഴിവായ തനി വെളുത്ത നിറം അല്ല റസൂലുള്ളാഹ്. ബൽ കാന ബയാദുഹു നയ്യിറൻ മുശറബൻ ബിഹുംറത്തിൻ, പിന്നെ റസൂലുള്ളാഹിന്റെ വെളുപ്പ് എന്നുള്ളത് അത് ശോഭയുള്ള, നല്ല പ്രഭയുള്ള, തിളങ്ങുന്ന വെളുപ്പായിരുന്നു. മുശറബൻ ബിഹുംറത്തിൻ, ചുവപ്പിനോട് കലർത്തപ്പെട്ട, ചുവപ്പ് കലർന്ന ഒരു വെളുപ്പ് നിറമാണ് റസൂലുള്ളാഹിന്റേത്. ജംഉൽ വസായിൽ 1:11. വലാബിൽ അബിയദിൽ അംഹഖി എന്ന് പറയുമ്പോൾ അതിനർത്ഥം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അസ്ഹറൽ ലൗനി, റസൂലുള്ളാഹി തങ്ങള് തെളിഞ്ഞ നിറം, മിന്നിത്തിളങ്ങുന്ന നിറമുള്ളവരായിരുന്നു. വെളുപ്പാണ്, പക്ഷെ അംഹഖല്ല. ഫന്നഫിയു ലിൽ ഖൈദി ഫഖത്ത്, ഇവിടെ അബിയദിന്റെ കൂടെ കൊണ്ടുവന്ന അംഹഖ് എന്ന ആ ഒരു ഉപാധിയെയാണ് ഇവിടെ നഫി ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങള് വെളുപ്പാണ്, പക്ഷെ ആ വെളുപ്പ് ഏത് തരത്തിലുള്ള വെളുപ്പല്ല, അംഹഖായ തനിച്ച വെളുപ്പ് അല്ല. അംഹഖ് എന്ന് പറയുമ്പോ കരീഹിൽ ബയാദ്, വെളുപ്പ്, വെറുപ്പുള്ള ഒരു വെളുപ്പ്. കൽ ജസ്സി ബിഗൈരി നൂറാനിയത്തിൻ, നൂറാനിയത്തില്ലാത്ത, ഒരു പ്രകാശമില്ലാത്ത കുമ്മായം പോലെയുള്ള ഒരു വെളുപ്പ്, അത് ഒരു കാണാൻ വെറുപ്പുള്ള വെളുപ്പാണ്, അതല്ല. മഹക്ക, മഹക്കൻ എന്നൊക്കെ പറഞ്ഞ ഇസ്തദ്ദ ബയാദുഹു എന്നാണ്. അപ്പൊ യാനി കാന നയ്യിറൽ ബയാദി അസ്ഹറൽ ലൗനി, റസൂലുള്ളാഹി ശോഭയുള്ള, തിളങ്ങുന്ന, നല്ല പ്രഭയുള്ള ഒരു വെളുപ്പാണ് റസൂലുള്ളാഹിന്റേത്.
അസ്ഹറ ലൗലി തിളങ്ങുന്ന ഒരു നിറമാണ് റസൂലുള്ളാന്റേത്. മുനാബി 1:11. ബാജൂരി ഇത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അംഹത്ത് എന്ന് പറഞ്ഞാൽ അശ്ശദീദുൽ ബയാദി ബിഹൈസു യകൂനു ഖാലിയൻ അനിൽ ഹുംറത്തി വന്നൂരി, ചുവപ്പിനെ തൊട്ടും നൂറ് പ്രകാശത്തിനെ തൊട്ടും ഒഴിവായ ആ അവസ്ഥയിലുള്ള ശക്തമായ വെളുപ്പ്. അപ്പൊ ഫലാ യുനാഫി അന്നഹു അബിയദു മുശറബുൻ ബിഹുംറത്തിൻ, ചുവപ്പ് കലർന്ന വെളുപ്പാണ് എന്ന് പറഞ്ഞതിനോട് ഇതെതിരല്ല. അങ്ങനെ ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. ووصف لونه ووصف لونه بشدة البياض في بعض الروايات, ചില റിവായത്തുകളിലൊക്കെ വെളുപ്പ് ശക്തമാണ് എന്ന നിലക്ക് റസൂലുള്ളാഹിന്റെ നിറത്തിന് വിശേഷണം പറഞ്ഞിട്ടുണ്ട്. ഖബറിൽ ബസാരി അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു കാന ശദീദൽ ബയാദി എന്ന ചില ഹദീസിലുണ്ട്. ഇമാം തബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, മാ അൻസാ ശിദ്ദത്ത ബയാദി വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ ആ മുഖത്തിന്റെ വെളുപ്പിന്റെ കാഠിന്യതയെ ഞാൻ മറക്കുന്നില്ല എന്ന് അബു തുഫൈൽ എന്നവർ പറഞ്ഞതായി ഇമാം തബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പൊ ഇവിടൊക്കെ ശക്തമായ വെളുപ്പ് റസൂലുള്ളാഹിക്കുണ്ട് എന്ന് പറഞ്ഞതൊക്കെ ഇപ്പൊ മഹ്മൂലുൻ അലൽ ബരീഖി വല്ലം ആനി, റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോ അതല്ലെങ്കിൽ മുഖത്തിലേക്ക് നോക്കുമ്പോ ഉണ്ടാകുന്ന ആ ഒരു തിളക്കം അതിന്റെ മേൽ ചുമത്തപ്പെടണം, അതാണ് ഉദ്ദേശിക്കുന്നത്. കമാ യുസീറു ഇലൈഹി, ആ ഒരു അർത്ഥത്തിലേക്ക് സൂചന നൽകുന്നുണ്ട് ഹദീസു അന്ന ശംസ തജ്രി ഫി വജ്ഹിഹി, റസൂലുള്ളാഹിന്റെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ മുഖത്തു കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകും. ആ നിലക്കൊരു തിളക്കം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിയാലും ശരീരത്തിലേക്ക് നോക്കിയാലും ഒക്കെ, അതാണ് അസ്ഹറൽ ലൗനി എന്ന് പറഞ്ഞത്. ബാജൂരി 11, മുനാബി 1:12. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ അൽ മിനഹുൽ മക്കിയന്റെ 283 വിശദീകരിക്കുന്നു, വഅമ്മാ ലൗനുഹു ഫഖദ് വസഫഹു ജംഹൂറു അസ്ഹാബിഹി ബിൽ ബയാദ്, റസൂലുള്ളാഹിന്റെ നിറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ നിന്നും ഭൂരിഭാഗവും റസൂലുള്ളാഹിന്റെ നിറത്തിന് വിശേഷണം പറഞ്ഞത് ബയാദ്, വെളുപ്പ് എന്നതുകൊണ്ടാണ്. കമാ സഹ്ഹനും മിൻ തുറുഖിൻ മുതഅദ്ദിദ, നിരവധി വഴിയിലൂടെ സ്വഹാബത്തിനെ തൊട്ട് അങ്ങനെ സഹീഹായി വന്നിട്ടുണ്ട്. എന്നാൽ വലാ യുനാഫീഹി റിവായത്തു മുശറബുൻ ബിഹുംറത്തിൻ, ഈ റിവായത്ത് അതിനോട് എതിരല്ല. ചുവപ്പ് കലർന്ന വെളുപ്പ് എന്ന് പറഞ്ഞത് അതിനോട് എതിരല്ല. കാരണം അന്നഹു മഅ ദാലിക യുസമ്മ അബിയദ, ചുവപ്പ് കലർന്ന വെളുപ്പാവുമ്പോഴും അതിനെ സംബന്ധിച്ച് അബിയദ് എന്ന് പറയാൻ പറ്റും. ഇനി നഅം ഖദ് യുനാഫിഹ റിവായത്തു അബിയദ ശദീദൽ ബയാദി എന്ന ഒരു റിവായത്തുണ്ട്. റസൂലുള്ള വെളുത്ത നിറമുള്ളവരാണ്, ശക്തമായ വെളുപ്പ് നിറമുള്ളവർ എന്ന ഒരു റിവായത്ത്. അംഹത്തിന്റെ അർത്ഥം വരുന്ന, അംഹത്ത് എന്ന് പറഞ്ഞ ശക്തമായ വെളുപ്പ് എന്നാ പറഞ്ഞത്, അതേ അർത്ഥം വരുന്ന ഒരു റിവായത്ത് തന്നെ വന്നിട്ടുണ്ട്. ആ റിവായത്ത് ഈ പറഞ്ഞതിനോടൊന്നും എതിരല്ല. ലാ യുഅ്മലൽ മുശറബു ബിഹുംറത്തിൻ അലൽ വജ്ഹി ഫഖത്ത്, ഇവിടെ ഈ മുശറബ് ചുവപ്പ് കലർന്ന വെളുപ്പ് എന്നുള്ളത് മുഖത്തിന്റെ മേൽ മാത്രം ചുമത്തുക. വമാ അദാഹു ശദീദുൽ ബയാദി, മുഖം വല്ലാത്ത മറ്റു ശരീരത്തിന്റെ ഭാഗത്തിൽ നോക്കുമ്പോൾ ശക്തമായ വെളുപ്പാണ് എന്ന് ചുമത്തിയാൽ എതിര് വരൂല. കമാ തദുല്ലു അലൈഹി റിവായത്തു ഫനദർതു ഇലാ വഹരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്നഹു സബീഖത്തു ഫിദ്ദത്തിൻ, റസൂലുള്ളാഹിന്റെ മുഖത്തിലേക്ക് ഞാൻ നോക്കിയപ്പോ റസൂലുള്ളാഹിന്റെ ആ മുതുകിലേക്ക് നോക്കിയ സമയത്ത് അത് ഒരു വെള്ളി ഉരുക്കിയ ഒരു കട്ടി പോലെ
തോന്നി റസൂലുള്ളാഹിന് ആ ഒരു നിറം. വഅലൽ വജ്ഹി തുഅമലു റിവായത്തു അംഹഖ, റസൂലുള്ള അംഹഖ് അല്ല, അഹ്മറാണ്, ചുവപ്പാണ്, വെളുപ്പല്ല എന്ന് പറഞ്ഞത്, അതിന്റെ അർത്ഥം ഈ അംഹഖ് എന്നുള്ളതിന്റെ ആ അർത്ഥം അത് മുഖത്തിന്റെ മേല് ചുമത്തപ്പെടണം. കടും ചുവപ്പാണ്, അബിയദല്ല എന്ന് പറഞ്ഞത്, അങ്ങനെ നിറമല്ല എന്ന് പറഞ്ഞത് മുഖത്തെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് എന്നും വെക്കണം എന്ന് ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ മൊത്തത്തിൽ നിറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ചുവപ്പ് കലർന്ന വെളുപ്പു നിറമാണ്. കാഴ്ചയിൽ കോലക്കേട് തോന്നുന്ന ഒരു വെള്ളപ്പാണ്ട് രീതിയിൽ തോന്നുന്ന തരത്തിലുള്ള ഒരു നിറം റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. വലാബിൽ ആദമി, ശക്തമായ വെളുപ്പും അല്ല, അതോടൊപ്പം വലാബിൽ ആദമി, തവിട്ട് നിറമുള്ളവരും അല്ല, നല്ലോണം തവിട്ട് നിറം. വൽ അദമത്തു ശിദ്ദത്തു സംറത്തി, ശക്തമായ തവിട്ട് നിറം. വഹിയ മൻസിലത്തും ബൈനൽ ബയാദി വസ്സവാദി, സംറത്ത് എന്ന് പറയുന്നത് ആ നിറം വെളുപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിലുള്ള ഒരു സ്ഥാനം, ആ സ്ഥാനത്ത് വരുന്ന നിറം. വെളുപ്പല്ല കറുപ്പല്ല, രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഒരു നിറം. ഫനഫിയുഹു ലാ യുനാഫി ഇസ്ബാത്ത സംറത്തില്ലത്തി ഫിൽ ഹദീസ് സാനി. ഈ ശമായ തുർമദിയിൽ തന്നെ ഇനി രണ്ടാമത്തെ ഒരു ഹദീസ് വരുന്നുണ്ട്. ആ ഹദീസിൽ റസൂലുള്ളാഹി തങ്ങള് അസ്മറൽ ലൗനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ അസ്മറൽ ലൗനി എന്ന് പറയുമ്പോൾ അവിടെ റസൂലുള്ളാഹിയിലേക്ക് സംറത്തിനെ സ്ഥിരപ്പെടുത്തുക ചെയ്യുന്നത്. അതിനോട് എതിരല്ല ഇത്. കാരണം ഇത് ശക്തമായ തവിട്ട് നിറം എന്ന അർത്ഥത്തിലാണ് ആദമ് എന്ന് പറയുന്നത്. ഖാലൽ അസ്കലാനിയോ, ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ പറയുന്നു, തബയ്യന മിൻ മജ്മൂഇ റിവായാത്തി, ഒരുപാട് റിവായത്തുകൾ ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടി നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്, അന്നൽ മുറാദ ബിൽ ബയാദിൽ മൻഫിയി മാ യുഖാലിതുൽ മാ ലാ യുഖാലിതുൽ ഹുംറത്തു, വെളുപ്പ്. ഇവിടെ റസൂലുള്ളാഹിന്റെ ചില വെളുപ്പ് ഇവിടെ റസൂലുള്ളാഹിന്റെ വെളുപ്പില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അബിയദ് അംഹഖ് എന്നാ പറഞ്ഞത്. അപ്പോ വെളുപ്പാണ്, പക്ഷെ അംഹഖായ അബിയദ് ഇല്ല എന്ന് വ്യക്തമാകുന്നു. ബയാദിനെ നഫി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് ഉദ്ദേശം ചുവപ്പ് കലരാത്ത വെളുപ്പ് എന്നാണ്. വൽ മുറാദ് ബി സംറത്തി, സംറത്ത് കൊണ്ടുള്ള മുറാദ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് അൽ ഹുംറത്തുല്ലത്തി യുഖാലിതുഹൽ ബയാദു, വെളുപ്പ് കലർന്ന, ചുവപ്പിനോട് വെളുപ്പും കൂടി കലർന്ന ആ ചുവപ്പ് എന്നാണ് സംറത്തിന്റെ അർത്ഥം. അപ്പൊ ഈ തവിട്ട് നിറം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചുവപ്പ് കൂടി കലർന്ന വെളുപ്പ്, അതല്ലെങ്കിൽ വെളുപ്പിനോട് ചുവപ്പ് കലർന്നു, ചുവപ്പിനോട് വെളുപ്പ് കലർന്നു, ആ ഒരു നിറമാണ് ഇവിടെ സംറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബ്നു ഹജർ അസ്കലാനി പറഞ്ഞതായി ജംഉൽ വസായിൽ അതുപോലെ തന്നെ മുനാവി ഒക്കെ 1:12 വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ബാജൂരിയും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. അന്നൽ ഉലിമ മിമ്മാ ദുക്കിറ അന്നൽ മൻഫിയ്യ ഇന്നമാ ഹുവ ശിദ്ദത്തു സംറത്തി ഫലാ യുനാഫി ഇസ്ബാത്ത സംറത്തി ബിൽ ഖബറിൽ ആതി ലകിൻ അൽ മുറാദു ബിഹാ അൽ ഹുംറത്തു ലിഅന്നൽ അറബ ഖദ് തത്ലുഖു അലാ കുല്ലി മൻ കാന കദാലിക അസ്മറ, അസുമറായിട്ടുള്ള ആളുകൾക്കൊക്കെ അറബികൾ ഈ നിലക്ക് പറയാറുണ്ട്.
വൽഹാസിലു അന്നൽ മുറാദ ബിസ്സംറത്തി ഹുംറത്തുൻ തുഖാലിത്തുൽ ബയാള. ചുരുക്കി പറഞ്ഞാൽ സമ്പത്ത് കൊണ്ടുള്ള ഉദ്ദേശം വെളുപ്പ് കലർന്ന ചുവപ്പ് എന്നാണ്. വബിൽ ബയാദിൽ മുസ്ബത്തി ഫി റിവായത്തി മുഅ്ളമി സ്വഹാബത്തി, പ്രമുഖരായ സഹാബത്തിന്റെ ഒക്കെ റിവായത്തിൽ റസൂലുള്ളാഹിക്ക് സ്ഥിരപ്പെടുത്തി പറഞ്ഞ വെളുപ്പ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മാ യുഖാലിത്തുൽ ഹംറത, ചുവപ്പിനോട് കലർന്നു വരുന്ന വെളുപ്പ് എന്നുമാണ്. ഇതാണ് വൽഹാസിലായിട്ട് പറയാനുള്ളത് എന്ന് ബാജൂരി 12-ാമത്തെ പേജിലും പറയുന്നു. ഇമാം ബാജൂരി പറയുന്നു, വഅലം, നീ അറിഞ്ഞോ, അന്ന അഷ്റഫൽ അൽവാനി ഫി ഹാദിഹി ദാരി, ഈ ദുന്യാവിൽ ഉള്ള നിറങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിറം അൽ ബയാദുൽ മുശറബു ബി ഹുംറത്തിൻ, ചുവപ്പ് കലർന്ന വെളുപ്പാണ്. വഫിൽ ആഖിറത്തി, ആഖിറത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിറം അൽ ബയാദുൽ മുശറബു ബി സുഫ്രത്തിൻ, മഞ്ഞ കലർന്ന വെളുപ്പുമാണ്. അമ്മൽ അവ്വലു ഫളാഹിറുൻ, ചുവപ്പ് കലർന്ന വെളുപ്പ് എന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. വഅമ്മസ്സാനി ഫലി അന്നഹു ലൗനു അഹ്ലിൽ ജന്നത്തി ഫിൽ ജന്ന, രണ്ടാമത്തെ നിറം മഞ്ഞ കലർന്ന വെളുപ്പ് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ ആളുകളുടെ സ്വർഗത്തിലുള്ള നിറമാണ്. വൽ അറബു തുംദഹു ബിഹി ഫിദ്ദുനിയ, അറബികൾ തംദഹു, അവര് മദ്ഹ് പറയും, ബിഹി, ഈ നിറം കൊണ്ട് ദുന്യാവില്. അപ്പോൾ ഈ ദുന്യാവിൽ വളരെയധികം മദ്ഹ് പറയുന്ന ഒരു നിറമാണ് അറബികൾ ഈ മഞ്ഞ കലർന്ന വെളുപ്പ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഏറ്റവും നല്ല ഒരു നിറം കൂടിയാണ് വെളുപ്പ് കലർന്ന, ചുവപ്പ് കലർന്ന വെളുപ്പ് എന്ന് പറയുന്നത്. ഫജമഅ അല്ലാഹു ലിൽ മുസ്തഫ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുമിച്ചു കൂട്ടി ബൈനൽ അസ്റഫൈൻ, ശ്രേഷ്ഠമായ രണ്ട് നിറങ്ങളുടെ ഇടയിൽ. വലം യകുൻ ലൗനുഹു ഫിദ്ദുനിയാ കലൗനി ഫിൽ ആഖിറ, റസൂലുള്ളാഹിന്റെ ദുനിയാവിലുള്ള നിറം ആഖിറത്തിലുള്ള നിറം പോലെ ആയില്ല. അത് കൈലാ യഫൂതുഹു അഹദുൽ ഹുസ്നൈനി, രണ്ട് ഭംഗിയുള്ള രണ്ട് നിറങ്ങളിൽ നിന്ന് ഒന്ന് റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ ഈ ഏറ്റവും ഭംഗിയുള്ള രണ്ട് നിറങ്ങളിൽപ്പെട്ട ഒരു നിറത്തെ ദുനിയാവിലും കൊടുത്തു, ഒരു നിറത്തെ സ്വർഗത്തിലും കൊടുത്തു. അത് രണ്ടും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. മുനാവി 1:12 ബാജൂരി പേജ് 11 ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, കാല അയിമ്മത്തുന, നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, യകുഫുറു മൻ ഖാല, പറഞ്ഞ ഒരുത്തൻ കാഫറാണ്. എന്ത്? കാനൻ നബിയു അസ്വദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കറുത്തവരാണെന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫറാകും. കാനല്ലി അന്ന വസ്ഫഹു ബി ഗൈരി സിഫത്തിഹി ഫി ഖുവത്തി നഫിഹി, റസൂലുള്ളാഹിക്കുള്ള വിശേഷണം അല്ലാത്തത് കൊണ്ട് വിശേഷണം പറയുക എന്നുള്ളത് റസൂലുള്ളാഹിക്കുള്ള ഒരു വിശേഷണത്തെ, റസൂലുള്ളാഹിനെ തന്നെ നിഷേധിക്കുന്നതിന്റെ സ്ഥാനത്താണ്. ഫയകൂനു തക്ദീബൻ ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് കളവാക്കലായി മാറും അത്. വമിന്നു യൂഖദു അന്ന കുല്ല സിഫത്തിൻ ഉലിമ തുബൂതുഹാ ലഹു ബിത്തവാത്തുരി, മുതവാത്തിറായി റസൂലുള്ളാഹിക്ക് സ്ഥിരപ്പെട്ട ഏതൊരു വിശേഷണവും കാന നഫിയുഹാ കുഫ്റൻ, അതിനെ നിഷേധിക്കൽ കുഫ്റായിട്ടാണ് വരിക. ലില്ലത്തിൽ മദ്കൂറത്തി, ഈ മേൽ പറയപ്പെട്ട കാരണം വെച്ച് നോക്കുമ്പോൾ, കാരണം റസൂലുള്ളാഹിക്ക് ഉള്ള ഒരു വിശേഷണത്തെ നിഷേധിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇല്ലാത്ത വിശേഷണം പറയുമ്പോൾ റസൂലുള്ളാഹിനെ തന്നെ നബി ചെയ്യുന്ന ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് വരുന്നു. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് മുതവാത്തിറായി സ്ഥിരപ്പെട്ടു വന്ന ഏത് വിശേഷണത്തെയും നിഷേധിച്ചാലും അവൻ അത് കാരണമായി കാഫറാകും എന്ന്
നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ബാജൂരി പേജ് 12. വഖദ് ദഹബ ബഅദുൽ മാലിക്കിയ്യത്തി, മാലിക്കി പണ്ഡിതന്മാരിൽ ചിലവർ പോയിരിക്കുന്നു, ഇല അന്നമൻ സഅമ, ഒരാൾ വാദിച്ചു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അസ്വദ, റസൂലുള്ള കറുത്തവരായിരുന്നു എന്നൊരാൾ വാദിച്ചാൽ യുഖ്തലു, അവനെ കൊല്ലണം എന്നതിലേക്ക് പോയിട്ടുണ്ട്. അവൻ അങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ട്. ഐലി അന്ന സവാദ യുശിഉ ബിൻ നഖ്സി, കറുപ്പ് എന്നുള്ളത് ഒരു ന്യൂനത കൊണ്ട് അറിയിക്കുന്ന ഒരു നിറമാണ് പൊതുവിൽ. ആ നിലക്ക് റസൂലുള്ളാഹിലേക്ക് അത് ചാർത്തി കഴിഞ്ഞാൽ അവനെ കൊല്ലണം എന്നാണ് മാലിക്കി പണ്ഡിതന്മാരിൽ ചിലവരൊക്കെ പറയുന്നത് എന്ന് അൽ മിനഹുൽ മക്കിയന്റെ 283 ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നു. വലാ ബിൽ ജഅദിൽ ഖത്തത്തി, റസൂലുള്ളാഹ് മുടി ശക്തമായി ചുരുണ്ടവരല്ല. വലാ ബിസ്സബ്തി, നീണ്ട് നേർത്തതും അല്ല. നീണ്ട് നേർത്ത മുടിയുള്ളവരുമല്ല, ശക്തമായി ജടക്കുത്തിയ ചുരുണ്ട മുടിയുള്ളവരും അല്ല. ഖത്തത്ത് എന്ന് പറഞ്ഞത് ഫത്തഹിൽ, ജഅദ് എന്ന് പറഞ്ഞാൽ ഫത്തഹിൽ ജീമി വസുകൂനിൽ ഐനി മിനൽ ജുഹൂദത്തി വഹിയ ഫി ശഅരി അല്ലാ യതകസ്സറ തകസ്സുറൻ താമൻ വലാ യസ്തർസില. മുടിയിൽ ജടക്കുത്തുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഉടഞ്ഞത് ആകാതിരിക്കുക, നീണ്ട് നേർത്തതും ആകാതിരിക്കുക എന്നാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ഖത്തത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായി ജടക്കുത്തിയത്, അങ്ങനെയുമല്ല. വലാ ബിസ്സബ്തി, നീണ്ടു നേർത്തതും അല്ല. വൽ മുറാദു അന്ന ശഅറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വലാ ബിൽ ജഅദിൽ ഖത്തത്തി വലാ ബിസ്സബ്തി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം റസൂലുള്ളാഹിന്റെ മുടി ലൈസ നിഹായത്തൻ ഫിൽ ജുഊദത്തി, ജടക്കുത്തിയതിൽ ചുരുണ്ടതിൽ അങ്ങേ അറ്റത്ത് എത്തിയതല്ല, അങ്ങേ അറ്റം ചുരുണ്ടതല്ല. വലാ ഫിസ് സുബൂത്തത്തി, നീണ്ടു നേർത്തതാവുക എന്ന വിഷയത്തിലും അങ്ങേ അറ്റത്തെത്തിയതല്ല. ബൽക്കാന വസ്തൻ ബൈനഹുമ, രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മധ്യനിലയിലാണ്. വഖൈറുൽ ഉമൂരി ഔസാത്തുഹ, കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് മധ്യനിലയിലുള്ളതാണല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ മുടി ജടക്കുത്തേണ്ട ആകെ ചുരുണ്ട് കടക്കുന്നതല്ല, എന്നാൽ പറ്റ നീണ്ടു നേർത്ത് നീണ്ടു കടക്കുന്നതും അല്ല. ഖാല സമഖ്ശരിയു, ഇമാം സമഖ്ശരി പറയുന്നു, അൽ ഗാലിബു അലൽ അറബി, അറബികളുടെ ഗാലിബായ അവസ്ഥയും ജുഊദത്തു ശഅരി, റസൂലുള്ളാഹി മുടി പിന്നെ ജടക്കുത്തുക എന്നുള്ളതാണ് ഷഅർ. ജുഊദത്തു ശഅരി, മുടി ജടക്കുത്തുക എന്നുള്ളതാണ് അറബികളുടെ ചുരുളുക എന്നുള്ളതാണ് അറബികളുടെ ഗാലിബു അവസ്ഥ. വഅലൽ അജമി, അറബി അല്ലാത്തവരുടെ ഗാലിബു അവസ്ഥയും സുബൂതത്തുഹു, അത് നീണ്ട് നേർന്നതാവുക എന്നുള്ളതുമാണ്. വഖദ് അഹ്സനല്ലാഹു ലിറസൂലിഹി ശമാഇല, റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഈ പ്രകൃതിപരമായി സൃഷ്ടിപ്പിൽ തന്നെയുള്ള ആ ഗുണങ്ങളെ അള്ളാഹു വളരെ നല്ലതാക്കി തീർത്തിട്ടുണ്ട് എന്നാണ് ഇമാം സമഖ്ശരി പറയുന്നത്. വജമഅ ഫീഹി മാ തഫറഖ ഫീ ഗൈരിഹി മിനൽ ഫളായിൽ, റസൂലുള്ളാഹി അല്ലാത്ത മറ്റുള്ളവരിൽ ഭിന്നിച്ചു കിടക്കുന്ന ശ്രേഷ്ഠതകളൊക്കെ റസൂലുള്ളാഹിയോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വയുഅയ്യിദു ദാലിക മാ സഹഹ അൻ അനസ് റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിക്കുന്ന സഹിഹായി വന്ന ഒരു ഹദീസ്. അതെന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ കാന ശഅറുഹു ബൈന ശഅറൈനി, റസൂലുള്ളാഹിന്റെ മുടി രണ്ട് മുടിന്റെ ഇടയിലാണ്. ലാ റജുലിൻ സബ്തിൻ വലാ ജഅദിൻ,
ഖത്തത്തിൻ നീണ്ടു നേർത്ത ഒരു മനുഷ്യനും അല്ല, ശക്തമായി ചുരുണ്ട ഒരാളും അല്ല. ഇതാണ് റസൂലുള്ളാഹിന്റെ മുടിയുടെ അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ബാജൂരി പേജ് 12. ബാജൂരിയിൽ പറഞ്ഞ ഇതേ വിശദീകരണം തന്നെയാണ് ജംഉൽ വസാഇൽ 1:12 മനാവി 1:12 ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ബഅസഹുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ പ്രവാചകനായി നിയോഗിച്ചു. അലാ റഅസി 40 സന, ഐ അവ്വലി സനത്തി 40 മിൻ മൗലിദിഹി, റസൂലുള്ളാഹിനെ പ്രസവിച്ച സമയം മുതൽക്ക് 40 വയസ്സ് വരുന്ന ആ 40 വർഷത്തിന്റെ ആദ്യത്തിൽ. വലാകിൻ റിവായത്തു അഹ്മദ് ലാത്തിയത്തു വഹികായത്തുൽ അഖ്വാലിൽ മദ്കൂറത്തി ബഅദു, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു റിവായത്ത് വരാൻ പോകുന്നുണ്ട്. അതുപോലെ ശേഷം പറയപ്പെടുന്ന കുറെ കൗലുകളെ ഉദ്ധരിച്ചതുണ്ട്. ഇതൊക്കെ ലാഹിറത്താനി വ്യക്തമാക്കുന്നത് അന്നൽ മുറാദ ബി റഅസിന ആഖിറു സനത്തി 40, ഇവിടെ അലാ റഅസി എന്ന് പറഞ്ഞ റഅസ് കൊണ്ട് ഉദ്ദേശം 40 വർഷത്തിന്റെ അവസാനം എന്നാണ് എന്നതിൽ വ്യക്തമാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് 40 വർഷത്തിന്റെ ആദ്യം എന്ന അർത്ഥാണല്ലോ. അത് വലാ ബോധപ്പി, അതില് പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് റഅസുകമായി ഉത്തലഖുൽ അവലി, റഅസ് എന്നുള്ളതിനെ അവലി എന്ന മാനാക്ക് പറയും പോലെ തന്നെ ഉത്തലഖുൽ ആഖിരി, ആഖിർ അവസാനം എന്ന ആ അർത്ഥത്തിലും പറയപ്പെടാറുണ്ട്. അപ്പൊ രണ്ടു നിലക്കും പറയാറുണ്ട്. അസ്റഫുൽ വസാഇലി ഇലാ ശറഹി ശമാഇലി എന്ന ഷറഹിന്റെ 1:44 പറഞ്ഞിട്ടുണ്ട്. ബഅസഹു എന്ന് പറഞ്ഞാൽ ഐ അർസലഹു ബിൽ അഹ്കാമി വ ശരീഅത്തിൽ ഇസ്ലാം, റസൂലുള്ളാഹിനെ ഇസ്ലാമിന്റെ ആ ശരീഅത്ത് കൊണ്ടും നിയമങ്ങളെ കൊണ്ടും അല്ലാഹു തആല അയച്ചു എന്നാണ്. ഫഅഖാമ ബി മക്കത്ത, അങ്ങനെ റസൂലുള്ളാഹ് മക്കയിൽ താമസിച്ചു. 10 സിനീന, 10 വർഷം. ഐ റസൂലായിട്ട് 10 വർഷം എന്നാണ്. വേറെ ഒരു റിവായത്തിലുണ്ട് 13 സന എന്നുണ്ട്, 13 വർഷം എന്നുണ്ട്. വജുമിഅ ബൈന റിവായത്തൈനി, രണ്ട് റിവായത്തിന്റെയും ഇടയിൽ ജംഅ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബി അന്നൽ ഊല മഹ്മൂലത്തുൻ, 10 വർഷം താമസിച്ചു എന്ന് പറഞ്ഞതിനെ ചുമത്തപ്പെടണം. അലാ അന്നഹു അഖാമ ബിഹാ 10 സിനീന റസൂല, റസൂല് എന്ന ആ പ്രത്യേകമായ സ്ഥാനം ലഭിച്ചിട്ട് താമസിച്ചത് 10 വർഷമാണ് എന്നാണ്. ഫലാ യുനാഫി, ഇത് എതിരല്ല. അന്നഹു അഖാമ ബിഹാ 3 സിനീന നബിയ, 3 വർഷം കൂടി ഇവിടെ താമസിച്ചിട്ടുണ്ട്, അത് നബി ആയിട്ടാണ്. അപ്പൊ നബി എന്നുള്ള ആ ഒരു സ്ഥാനത്തിൽ 3 വർഷവും, പിന്നെ മുർസല് എന്ന റസൂല് എന്ന സ്ഥാനം ലഭിച്ചിട്ട് ഒരു 10 വർഷവും, അങ്ങനെ 13 വർഷം താമസിച്ചു എന്നാണ്. വഹാദാ ളാഹിറുൻ അലാ അന്നൽ ഖൗല ബി അന്ന നുബുവത മുത്തഖദ്ദിമത്തുൻ അലൽ റിസാലത്തി. അപ്പോ നുബുവത്ത് റിസാലത്തിനേക്കാണ് ആദ്യമാണോ അല്ല രണ്ടും ഒപ്പമാണോ എന്നതൊക്കെ ഖിലാഫുള്ള വിഷയങ്ങളാണ്. ഏതോ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ താമസിച്ചത്, പ്രവാചകത്വം ലഭിച്ച ശേഷം താമസിച്ചത് 13 വർഷമാണ്. ബാജൂരി 13. അതുപോലെ തന്നെ
ജംഉൽ വസായില് 1:13. അഖാമ ബഅദൽ ബിഅസതി ബിമക്കത 10 സിനീന. മക്കയിൽ റസൂലുള്ളാഹ് പ്രവാചകത്വം ലഭിച്ച ശേഷം 10 വർഷം താമസിച്ചു എന്ന് പറഞ്ഞ ഐ റസൂലൻ, റസൂലായിട്ട്. 13 സന, 13 വർഷം താമസിച്ചു നബിയം വ റസൂല, നബിയും റസൂലുമായിട്ട്. അന്നൽ ഉലമാഅ മുത്തഫിഖൂന, കാരണം ഉലമാ ഇത്തിഫാഖാണ് അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങൾ അഖാമ ബഅദൻ നുബുവത്തി വ ഖബലൽ ഹിജ്റത്തി, നുബുവത്തിന്റെ ശേഷം ഹിജ്റക്ക് മുമ്പായി മക്കയിൽ താമസിച്ചത് 13 സനത്തൻ 13 വർഷമാണ് എന്നുള്ളത്. അപ്പോ ഖൗലുഹു അഖാമ ബിമക്കത 10 സിനീന എന്നുള്ളത് 10 വർഷം മക്കയിൽ താമസിച്ചു എന്നുള്ളത് മുഹ്താജിൻ ഇലാ തഅ്വീലിൻ, അത് തഅ്വീൽ ചെയ്യൽക്കുള്ള ആവശ്യമായതാണ്. വഹുവ മാ ദക്കർന, ആ തഅ്വീലാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി വേറെയും വിശദീകരണങ്ങളൊക്കെ അവിടെ പറയാൻ പറ്റും. ويحتمل أن الراوي اقتصر على العقد وترك الكسر. ഇവിടെ സംഖ്യ പറഞ്ഞു, ചെറിയ സംഖ്യകളൊക്കെ ഒഴിവാക്കിയിട്ട് 10 എന്ന് പറഞ്ഞതാണ് ചില്ലറ, 13 എന്നുള്ള 3 എന്നുള്ള ചില്ലറ ഒഴിവാക്കി അങ്ങനെ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വബിൽ മദീനത്തി 10 സിനീന, അതിൽ നബി പറയപ്പെട്ട ഖിലാഫൊന്നുമില്ല. മദീനയിൽ 10 വർഷം മദീനയിൽ റസൂൽ താമസിച്ചു. വതവഫാഹുല്ലാഹു, അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ റൂഹ് പിടിച്ചു. ഖബള റൂഹഹു, അല്ലാഹു റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിച്ചു. അലാ റഅസി 60 സന, 60 വയസ്സിന്റെ ആദ്യത്തിന്റെ മേൽ. അപ്പൊ അവിടെ ലിഅന്നഹു യഖ്തദി അൻ യകൂന സിന്നുഹു 60, ഈ പറഞ്ഞത് കൊണ്ട് വരെ റസൂലുള്ളാഹിക്ക് 60 വയസ്സായി എന്നുള്ളതാണ്. വൽ മുറജ്ജഹു അന്നഹു 63, റാജിഹായിട്ടുള്ളത് 63 വയസ്സ് എന്നുള്ളതാണ്. വഖീല 65, 55 വയസ്സാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. വജുമിഅ ബിഅന്ന മൻ റവൽ അഖീറ അദ്ദ സനതൈൽ മൗലിദി വൽ വഫാത്തി, വഫാത്തിന്റെ വർഷം, പ്രസവിച്ച ആ വർഷം, അങ്ങനെ ആ 2 വർഷത്തെ ഓരോ വർഷമായി എണ്ണിയിട്ട് പിന്നെ 63ന്റെ കൂടെ 2 കൂടി 65 എന്ന് പറഞ്ഞതാണ്. വമൻ റവ സലാസൻ, 63 എന്ന് പറഞ്ഞത് ലം യഉദ്ദഹുമ, ആ പ്രസവിച്ച വർഷവും വഫാത്തായ വർഷവും ഒഴിവാക്കിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ ജംപ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വമൻ റവ 60 ലം യഉദ്ദ അൽ കസ്റ, ചില്ലറയെ ഒഴിവാക്കിയിട്ട് അത് എണ്ണീല. അതാണ് 60 എന്ന് പറഞ്ഞവർ അങ്ങനെയാണ്. 63 എന്നുള്ളത് 3 ഒഴിവാക്കി 60 എന്ന് പറഞ്ഞതാണ്. ഏതോ ആകട്ടെ, റസൂലുള്ളാഹി തങ്ങളെ 63ാമത്തെ വയസ്സിലാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത്. ആ 63 പൂർത്തിയായ സമയത്താണ് വഫാത്തായിട്ടുള്ളത് എന്നുള്ളതാണ് അസഹും അഷ്ഹറും ആയിട്ടുള്ളത്. മറ്റു ഈ നിലക്കുള്ള 60 65 എന്ന് പറഞ്ഞതിനെ ഈ പറഞ്ഞ വിശദീകരണങ്ങളൊക്കെ നൽകി ന്യായീകരിച്ച് ആണ് നമ്മുടെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജംഉൽ വസായില് പേജ് 13, മുനാവി പേജ് 113, ബാജൂരി പേജ് 14.
റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോ വലൈസ ഫീ റഅസിഹി വലിഹ്യതിഹി 20 ശഅറത്തൻ ബൈളാ. റസൂലുള്ളാഹിന്റെ തലയിലും താടിയിലും ഇല്ല വെളുത്ത 20 മുടി ഇല്ല, നരച്ച മുടി 20 എണ്ണം ഇല്ല, അതിന്റെ താഴെ ഉള്ളൂ. വൽ അഖല്ല എന്നർത്ഥം. വൽ അഖല്ലു എങ്കിലും 20ന്റെ താഴെയാണ്, കുറവാണ്. അതിന് വേറെ ഹദീസുകളുണ്ട് 20 കുറവാണെന്ന് അറിയിക്കുന്ന. ബഹുമാനപ്പെട്ട ഇബ്നു സഈദ് ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് മാകാന ഫീ ലിഹ്യതിഹി വറസിഹി ഇല്ലാ 17 ശഅറത്തൻ ബൈളാ. താടിയിലും തലയിലുമായി നിരച്ച വെളുത്ത 17 മുടി ഒഴികെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇബ്നു ഉമർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട് കാന ശൈബുഹു നഹ്വ മിൻ 20 ഐ ഖരീബ മിൻ 20നോട് അടുത്തേ റസൂലുള്ളാഹിന്റെ നരച്ച മുടി വരികയുള്ളൂ. അപ്പോ റസൂലുള്ളാഹിന്റെ നരച്ച മുടിയെ സംബന്ധിച്ച് പറയുന്നത് 20ൽ താഴെ മുടി എന്നാണ്. ആയിഷത്ത റളിയല്ലാഹു അൻഹ സഹിഹായ ഹദീസിൽ കാന ശൈബുഹു നഹവ 20 ശഅറ. റസൂലുള്ളാഹിന്റെ നര 20ന്റെ അടുത്ത് ആയിരുന്നു. ഇവിടെ ഖാലൽ ഇവിടെ പറയുന്നു വലാ യുനാഫീഹി റിവായത്തു ലാ യസീദു അലാ 10 ശഅറാത്ത്. 10 മുടിയേക്കാണ് അധികമില്ല എന്നുള്ള റിവായത്ത് വന്നിട്ടുണ്ട്. അത് ഇതിനോട് എതിരല്ല. കാരണം അന്നൽ മുറാദ ഫി അംഫഖത്തി, റസൂലുള്ളാഹിന്റെ ചുറ്റങ്ങത്താടിയിൽ ഉള്ള മുടി 10 മുടിനേക്കാണ് ഏറൂല എന്നാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ സായിദു ഇതിനേക്കാണ് ഏറെ ഉള്ള മുടി ഉണ്ടെന്ന് പറഞ്ഞത് അത് ഫി സുദൈഹി 2 ആടുചെന്നിയിലായിട്ടാണ്. അപ്പോ മുഹദ്ദിസീങ്ങളുടെ കലാമ് നോക്കുമ്പോ അന്നഹ ലം തസിൽ ഇലൽ 20, 20ലേക്ക് റസൂലുള്ളാഹിന്റെ നരച്ച മുടി എത്തിയിട്ടില്ല. ബൽ ഹിയ 18 ഫിൽ അംഫഖത്തി വൽ ആരിദൈനി, ചുറ്റങ്ങത്താടിയിലും പുതുത്താടിയിലുമായിട്ട് 18 മുടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ജാമിഉൽ സഗീറിൽ അതിന്റെ ശറഹ് സിറാജുൽ മുനീർ, അതുപോലെ തന്നെ ഹാഷിയ ഹഫിനി എന്നിവയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാഷിയത്തുൽ ബാജൂരിയിലും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് സഹിഹായി വന്ന ഹദീസിലുള്ളത് റസൂലുള്ളാഹിന്റെ തലയിലും താടിയിലുമായി ഇല്ലാ 17 ശഅറത്തിൻ ബൈളാ, 17 18 നരച്ച മുടി മാത്രമേ, വെളുത്ത മുടി മാത്രമേ റസൂലുള്ളാഹിന്റെ തലയിലും താടിയിലുമായിട്ട് ഉണ്ടായിരുന്നു. എന്നാ മാ ജാഅ മിൻ നഫി ശൈബി ഫീ റിവായത്തിൽ, ഒരു റിവായത്തിൽ റസൂലുള്ളാഹിക്ക് തീരെ നിര ഉണ്ടായിരുന്നില്ല എന്ന്, പാടെ നിരയെ റസൂലുള്ളാഹിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഫൽ മുറാദു ബിഹി നഫി കസറത്തി ലാ അസ്ലിഹി, ധാരാളം നിര ഉണ്ടായിരുന്നില്ല എന്നാണ്, അല്ലാതെ ലാ അസ്ലിഹി തീരെ നിര ഉണ്ടായിരുന്നില്ല എന്നല്ല. ഇവ സബബു ഖില്ലത്തി ശൈബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് മുടി നിരക്കൽ കമ്മിയാവാൻ, കുറവാകാനുള്ള കാരണം അന്നഹു ശൈബുൻ, ഈ നര എന്ന് പറയുന്നത് ചില ആളുകൾക്കിടയിൽ ഒരു വിരൂപമാണ്, മോശമാണ്, അപമാനമാണ്. ഈ അന്നൻ നിസാഅ യക്റഹനഹു, പെണ്ണുങ്ങൾ ഈ നരയെ വെറുക്കുന്നവരാണ്. ഗാലിബിലും വമൻ കരിഹ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ കഫറ, റസൂലുള്ളാഹി ധാരാളം നര കാണുമ്പോ അതൊരു വെറുപ്പായിട്ട് ഒരാൾക്ക് അനുഭവപ്പെട്ടു പോയാൽ അത് അവന്റെ കുഫറിന് കാരണമായി തീരും. അപ്പോ ഒരു മനുഷ്യൻ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഒരാൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കൂടുതൽ നിര നൽകി അത് കണ്ട് ഒരു വെറുപ്പ്
അനുഭവപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കുഫർ സംഭവിക്കരുത് എന്ന ആ ഒരു നല്ല ഒരു കാര്യം വെച്ചുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ താടിയിലും തലയിലുമായിട്ടുള്ള മുടിയുടെ നിരയുടെ എണ്ണം വളരെ കുറച്ചത് പരിമിതപ്പെടുത്തിയത് എന്നാണ്. വമിൻ തമ്മ സഹാൻ അനസിൻ അനസ്റളിയല്ലാഹുവിനോട് സഹിയായി വന്നിട്ടുണ്ട് വലം യസില്ലാഹു ബിശൈഇ അല്ലാഹു റസൂലുള്ളാഹിനെ നിര കൊണ്ട് വിരൂപമാക്കുകയോ മോശമാക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. നിര മോശമാണ് അപമാനമാണെന്നൊക്കെ പറഞ്ഞ വൽമുറാദു അന്നഹു ഷൈഉൻ ഇൻദമൻ യക്റഹു ലാ മുത്ലഖൻ എല്ലാവരുടെ അടുക്കലും അങ്ങനെയെന്നല്ല, ചില ആൾക്കാരുടെ അടുക്കൽ അങ്ങനെയാണ്, അതൊരു മോശമാണ്, അതൊരു വിരൂപമാണ്, ആ നിലക്കാണ് ആ പറഞ്ഞത്. ഈ പറഞ്ഞത് എതിരല്ല. നിര വക്കാറാണ് വ നൂറാണ് എന്ന് ഹദീസിലുണ്ട്. അന്ന ശൈബ വക്കാറും വ നൂറുൻ, നിര ഗാംഭീര്യമാണ് പ്രകാശമാണ് എന്ന് വന്നിട്ടുണ്ട്. അതിനോട് ഇത് എതിരല്ല. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ നിരയെ മൗലാഞ്ചി നിറം കൊടുത്ത് മാറ്റം വരുത്താൻ കൽപ്പിച്ചതും ഇത് ഒരു അപമാനമാണ് എന്ന് അറിയിക്കുന്ന ഘടകം അല്ല. അത് റസൂലുള്ള ഈ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് ചെയ്തതാണ്. ചിലവർക്കെങ്കിലും അതൊരു വെറുപ്പായിട്ട് വരാൻ ഇടയുണ്ട്. അതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് റസൂലുള്ള അത് മാറ്റം വരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. ഏതായാലും പരമാവധി ഹദീസുകൾക്കിടയിൽ ഈ പറഞ്ഞ സാധ്യമാവുന്ന രീതിയിൽ ജംഅ് ചെയ്യലാണ് വേണ്ടത്. ബാജൂരി 14-15, അതുപോലെ തന്നെ ജംഉൽ വസാഇൽ മുനാവി എന്നിവ 1-13 എന്നിവയിൽ ഇക്കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്.